നമസ്കാരം, നന്ദുകാവാലമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ട്രെയിൻ 1 കിലോമീറ്റർ പോകാൻ അതിന് എന്തുമാത്രം ഡീസൽ ആവശ്യമുണ്ട് എന്നുള്ള ഒരു അറിവാണ് പകർന്നത്. അത് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് പേര് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിട്ടു. അവർക്ക് അറിവ് അങ്ങനെ ലഭിക്കാനായി എന്ന് പറഞ്ഞു. അവർക്കെല്ലാം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷിപ്പിനെ കുറിച്ചാണ് കൂടുതൽ അറിയുന്നത്. എത്ര ദൂരം പോകാനായി ഒരു ഷിപ്പിന് എത്ര ഇന്ധനം വേണ്ടി വരും എന്ന ഒരു അറിവാണ് നമ്മൾ പകരുന്നത്. ഈ കരയിലോടുന്ന വാഹനങ്ങളെ പോലെ ഇത്ര കിലോമീറ്റർ ആ രീതിയിലല്ല ഈ കടലിൽ കൂടി പോകുന്ന ഷിപ്പുകളുടെ ദൂരം അല്ലെങ്കിൽ മൈലേജ് എല്ലാം തന്നെ നമ്മൾ കണക്കാക്കുന്നത്. നോട്ടിക്കൽ മൈൽ, കപ്പലുകൾ ഉപയോഗിക്കുന്ന ദൂരത്തിൻ്റെ ഒരു യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. നോട്ട് എന്നത് വേഗതയുടെ ഒരു യൂണിറ്റാണ്. ഒരു നോട്ടിക്കൽ മൈൽ ഭൂമിയുടെ അക്ഷാംശത്തിൻ്റെ 1 മിനിറ്റിന് തുല്യമാണ്, അല്ലെങ്കിൽ 1852 മീറ്ററാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നോട്ട് എന്ന് പറയുന്നത് മണിക്കൂറിൽ 1 മൈലിന് തുല്യമാണ്. ഇനി നമ്മൾ കാത്തിരുന്ന ഇന്ധന ഉപയോഗത്തിലേക്ക് വരാം. ഒരു കപ്പലിൻ്റെ ഇന്ധന ഉപയോഗം എന്ന് പറയുന്നത് വെള്ളത്തിലൂടെയുള്ള അതിൻ്റെ വേഗതയുടെ ക്യൂബിന് അനുപാതികമാണ്. ഉദാഹരണത്തിന് പനമാക്സ് കണ്ടെയ്നർ കപ്പലിന് 20-25 നോട്ട് വേഗതയിൽ പ്രതിദിനം 63,000 ഗാലൺ ഇന്ധനം ഉപയോഗിക്കാനാകും. ഇനി സ്പീഡ് ക്ലാസുകൾ നോക്കാം. കപ്പലുകൾക്ക് വ്യത്യസ്ത സ്പീഡ് ക്ലാസുകളുണ്ട്. നോർമൽ, സ്ലോ സ്ട്രീമിംഗ്, എക്സ്ട്രാ സ്ലോ സ്ട്രീമിംഗ് ആൻഡ് മിനിമൽ കോസ്റ്റ്. അവയിൽ സാധാരണ, സ്ലോ സ്ട്രീമിംഗ്, അധിക സ്ലോ സ്ട്രീമിംഗ്, കുറഞ്ഞ ചിലവ് എന്നിവ ഉൾപ്പെടുന്നു. എന്ന് പറയുമ്പോൾ നോർമൽ ഓർ സാധാരണ എന്ന ഗണത്തിൽ 20-25 നോട്ട്, അതായത് 37 മുതൽ 46.3 വരെ കിലോമീറ്റർ മണിക്കൂറിൽ സഞ്ചരിക്കുന്നതിനെയാണ് പറയുന്നത്. ഇനി സ്ലോ സ്ട്രീമിംഗ് ആണെങ്കിൽ 18 മുതൽ 20 നോട്ട്സ് വരെ, അതായത് മണിക്കൂറിൽ 33.3 മുതൽ 37 കിലോമീറ്റർ വരെ വേഗം സഞ്ചരിക്കുന്ന ഷിപ്പിനെ കുറിച്ചാണ്. ഇനി എക്സ്ട്രാ സ്ലോ സ്ട്രീമിംഗ് ആണെങ്കിലോ 15 മുതൽ 18 വരെ നോട്ട്സ് മാത്രമേ, അതായത് 27.8 മുതൽ 33.3 കിലോമീറ്റർ മാത്രമേ ആ ഷിപ്പ് മണിക്കൂറിൽ സഞ്ചരിക്കുകയുള്ളൂ. മിനിമൽ കോസ്റ്റ് ആണെങ്കിലോ കുറഞ്ഞ ചിലവ് ഈ ഗണത്തിൽ വരുന്നത് 12 മുതൽ 15 നോട്ട് വരെയാണ്, അതായത് 22.2 മുതൽ 27.8 കിലോമീറ്റർ വരെ സ്പീഡിലാണ് മണിക്കൂറിൽ പോവുക. ഈ ഷിപ്പിൻ്റെ എഞ്ചിനുകൾ കപ്പാസിറ്റിക്ക് താഴെ പ്രവർത്തിക്കുന്നതിനെയാണ് സ്ലോ സ്ട്രീമിംഗ് അല്ലെങ്കിൽ സാവധാനത്തിൽ ആവി പറക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും ഇത് വിതരണ ശൃംഖലയെയും സമുദ്രത്തിലെ റൂട്ടുകളെയും എല്ലാം ബാധിക്കും. കാരണം എല്ലാവരും ഓരോ സമയം വെച്ചിട്ടാണല്ലോ സഞ്ചരിക്കുന്നത്. പുറകെ വേറെ ഷിപ്പ് വരുന്നുണ്ടാവും, മുമ്പിൽ പോകുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് പതുക്കെ ആവുമ്പോൾ അതെല്ലാം അതനുസരിച്ച് ദൂരം കീപ്പ് ചെയ്യേണ്ടി വരും. ഡിസ്റ്റൻസ് ആൻഡ് ടൈം കാൽക്കുലേറ്റർ യൂസസ് ഡാറ്റ ഫ്രം ഷിപ്പിംഗ് ലൈൻസ്, ഓഷ്യൻ കാരിയേഴ്സ് ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ് ടു കാൽക്കുലേറ്റ് ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്. ദൂരവും സമയവും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സമയം, ദൂരം, വേഗത എന്നിവ കണക്കാക്കാൻ ഷിപ്പിംഗ് ലൈനുകൾ, മറ്റ് സമുദ്രവാഹകർ, അതായത് മറ്റ് കപ്പലുകൾ, ലോജിസ്റ്റിക്സ് ദാതാക്കൾ എന്നിവയിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയൊരു കണ്ടെയ്നർ കപ്പലിന് 20-25 നോട്ട് വേഗതയിൽ, അതായത് ഏകദേശം ഒരു 30 കിലോമീറ്റർ മണിക്കൂറിൽ അങ്ങനെ പോകണമെങ്കിൽ ഒരു ദിവസം 63,000 ലിറ്റർ അല്ല 63,000 ഗാലൺ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും. നെക്സ്റ്റ് എപ്പിസോഡ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ മൈലേജ്, സ്പീഡ് ആൻഡ് അതർ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് എയ്റോപ്ലെയിൻസ്. താങ്ക് യു സോ മച്ച്. നന്ദുകാവാലം സൈനിങ് ഓഫ്.